ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് 2026 എക്സാം ഡേറ്റ് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഡേറ്റ് ഒക്കെ അവർ ഡിക്ലെയർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? പ്രിപ്പറേഷൻസിലായിരുന്നു അല്ലേ. സോ ഡേറ്റ് വന്നിരിക്കുന്നത് എന്നാന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മെയ് 7, 8, 9. ദെൻ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, അത് കഴിഞ്ഞിട്ട് ജൂൺ 13, 14, 16 to 21 നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും ഓൾറെഡി ഇത് അറിഞ്ഞ് കാണും എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഓൾറെഡി നമ്മളിപ്പോൾ ഗ്രാജുവേഷൻ്റെ ആ ഒരു എക്സാംസിൻ്റെ ആൻസർ കീ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആൻസർ കീ ഒക്കെ വന്നു അല്ലേ. അപ്പോൾ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം ആ ഒരു പാറ്റേൺ ഫുള്ള് മനസ്സിലാക്കിയിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ റീജിയനിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെ ഫോക്കസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡേറ്റ് മെയ് 7, 8, 9 അല്ലേ. അപ്പോൾ ഇന്ന് എത്രയുടെ തീയതി? ഏപ്രിൽ 16 ആയിട്ടുണ്ട്. സോ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 3 വീക്സ് അല്ലേ, 3 വീക്സേ നമുക്കിനി ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇനി 3 വീക്സ്, ഓൾമോസ്റ്റ് 3 വീക്സേ നമ്മുടെ കയ്യിലുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ, ഓൾറെഡി നമ്മൾ റിവിഷനിലാണ്, പ്രിപ്പറേഷൻസിലായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, എന്താണ് റിവിഷനിലോട്ട് പോയിട്ടുള്ളവരുണ്ട്. ഇപ്പം ഈ റിവിഷൻ നിങ്ങൾ നോക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട റീജിയൻ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ റീജിയനിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഇനി നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ ഒരു റീജിയൻ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രാജുവേഷൻ്റെ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ 2025 UGയിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഓക്കെ, അതിൽ QA നമ്മൾ നോക്കുമ്പോൾ, മാത്സിൻ്റെ റീജിയൻ നമ്മൾ നോക്കുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ഏതാണ്ട് 2 to 3 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സാക്റ്റ് ആയിട്ട് 90% നമുക്ക് ഉറപ്പായിട്ട് പറയാനൊന്നും പറ്റില്ല. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ജസ്റ്റ് അനാലിസിസ് മാത്രമാണ് കേട്ടല്ലോ. സോ റിവിഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കുകൾ കൂടി വെയിറ്റേജ് അനുസരിച്ച് ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കാം. ഓക്കെ, ആ റീജിയൻ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്, ഒന്ന് പെർസെൻറ്റേജ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. കേട്ടോ, ഇത് മൂന്നും, അതായത് സ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ വലിയ കാര്യങ്ങൾ, പൊതുവേ സ്റ്റാറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മടിയുണ്ട്, ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിനകത്ത് ജസ്റ്റ് നിങ്ങളുടെ ആ മീൻ, മോഡ്, മീഡിയൻ, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മീൻ, മീഡിയം, മോഡ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക, പിന്നെ അതിന് കുറച്ച് റിലേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേടാ, അത് മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നിങ്ങൾ നോക്കണ്ട സ്റ്റാറ്റിനകത്ത്. ഓക്കെ, സ്റ്റാറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിനകത്ത് 3-4 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ പിന്നെ പറയുവാണെങ്കിൽ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാമല്ലോ, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ആൻഡ് ഓൾസോ പിന്നെ നമുക്ക് ഈ ജോമെട്രി, ട്രിഗണോമെട്രി, മെൻസുറേഷൻ, അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇക്വേഷൻ ഒന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി ഈ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ടൈം ആ വർക്കോ അതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. മെൻസുറേഷൻ, ജോമെട്രി, ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഇക്വേഷൻസും കാര്യങ്ങളും അറിയാമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ. സിംപ്ലിഫിക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അപ്പോൾ അതിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ റേഷ്യോ, പ്രോഫിറ്റ്, പെർസെൻറ്റേജ്, സ്റ്റാറ്റ്, ജോമെട്രി ഒക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതുവരെയും ഇതൊന്നും അറിയാത്തവർ ഇനിയെങ്കിലും ഒരു 3 ആഴ്ചയുണ്ട്, 3 ആഴ്ച കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ കൂടിയും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ലക്കും കൂടിയാണ്, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം മെയിൻസിലേക്ക് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പോരെ. ഓക്കെ, പ്രിലിംസ് ഒന്ന് അപ്പുറം കടക്കണം എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം മാത്സ് ഈ റീജിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. ദെൻ റീസണിങ്ങിൻ്റെ ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ റീസണിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നോക്കാനുള്ളത് കോഡിങ്, ഡീകോഡിങ് ആണ്. പിന്നെ അത് നമ്മൾ
പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് എന്താ അറിയേണ്ടതെന്ന് അറിയാമോ? അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, ലൈക്ക് ഇപ്പോൾ എങ്ങനെയാണ് കോഡിങ്, ഇപ്പോൾ +1 +3 ആണോ, +1 -1 ആണോ, അങ്ങനത്തെ കോഡിങ് രീതികൾ പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തേ പറ്റൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഏതാണ് നമ്പർ ആൻഡ് ആൽഫബറ്റിക് സീരീസും കോഡിങ് ഡീകോഡിങ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റീജിയനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ ചോദിച്ചിട്ടുള്ളത് സിലോജിസം ആണ്. ഓക്കെ, OARB അങ്ങനെ ക്വസ്റ്റ്യൻസ് കേട്ടില്ലേ, സിലോജിസം ആണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ ബ്ലഡ് റിലേഷനും ഡയറക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് കോഡിങ് ഡീകോഡിങ് സീരീസും പിന്നെന്താണ് സിലോജിസും ആണ് കേട്ടോ. ബാക്കിയൊന്നും ചോദിക്കത്തില്ലെന്നല്ല, ഇതെങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നോക്കുക. ദെൻ GK ടോപ്പിക്ക് പറയുവാണെങ്കിൽ നമുക്കത് ഇത് ശരിക്കും ഒരു അനാലിസിസ് മാത്രമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള അനാലിസിസ് മാത്രമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്താണ് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം എന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് എന്നാൽ കൂടിയും ജസ്റ്റ് ഒന്ന് പറയാം. അതായത് GK നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കറണ്ട് അഫെയർസിനകത്ത് മെയിനായിട്ട് കറണ്ട് അഫെയർസ് ഉണ്ടല്ലോ, അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് സബ്മിറ്റുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിയാൽ മതി. സബ്മിറ്റുകൾ, എഗ്രിമെൻറ്റുകൾ, പിന്നെ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളും, പിന്നെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റ്, പിന്നെ റീസെൻ്റ്ലി കിട്ടിയ അവാർഡുകൾ. ഓക്കെ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. പിന്നെ ഓൾസോ അപ്പോയിൻമെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മളെ ലെഫ്റ്റനന്റ് ഗവർണറുകൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, അങ്ങനത്തെ ഉള്ള അപ്പോയിൻമെൻറ്റ്, അവാർഡുകൾ, സബ്മിറ്റുകൾ, എല്ലാം ഒന്നും പഠിക്കാൻ നമുക്ക് പറ്റില്ല. ഈ റീജിയൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചിട്ട് പോകുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഒരിക്കലും കറണ്ട് അഫയേഴ്സ് വളരെ പ്രൈം ഇമ്പോർട്ടൻസോട് പഠിക്കാൻ പറയത്തില്ല. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വാസ്റ്റ് ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ അതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഫൂളിഷ്നെസ് ആണെന്ന് പറയാൻ പറ്റൂ. കാരണം നമുക്ക് ചോദ്യം എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാനൊക്കെ സബ്മിറ്റുകൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകൾ, അപ്പോയിൻമെൻ്റ് ഒരു സെറ്റായിട്ട് അങ്ങനെ നമുക്ക് ഒരു കമ്പാരിസൺ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോവുക. ഓക്കെ, ദെൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയൊക്കെ നമുക്ക് അറിയാമല്ലോ. അതിൽ ഹിസ്റ്ററി തന്നെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് സംഘം ഏജിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ സംഘം ഏജ്, മുഗൾ, ദെൻ യൂറോപ്യന്മാരുടെ അറൈവൽസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയും ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പം ഇത് ഇത്രയും എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ആ ഒരു റീജിയൻ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, സംഗമേജ്, മുഗൾ, യൂറോപ്യൻസ്, ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, പിന്നെ അതിനകത്ത് നമ്മൾ പഴയ ന്യൂസ് പേപ്പേഴ്സും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ന്യൂസ് പേപ്പേഴ്സും ഫൗണ്ടേഴ്സും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രീവിയസ് ഇയർ കഴിഞ്ഞ ഗ്രാജുവേഷൻ്റെ ക്വസ്റ്റിനകത്ത് അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ ജോഗ്രഫിയിൽ നോക്കുവാണെങ്കിൽ ജോഗ്രഫിയിൽ സോയില്, ദെൻ ക്രോപ്സ്, നമ്മുടെ സീസൺ അതല്ലേ, അതൊക്കെയാണ് ജോഗ്രഫിന്ന്, റിവർ, അതൊക്കെയാണ് ജോഗ്രഫിയിൽ മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. പിന്നെ നമ്മുടെ ആ ഇന്ത്യയുടെ മാപ്പ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ബൗണ്ടറി ഏരിയ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ബൗണ്ടറിയും കൺട്രി, അതെല്ലാം ജോഗ്രഫിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം, അത് നോക്കുക. പിന്നെ പൊളിറ്റിയിൽ എപ്പോഴും നമ്മൾ യൂഷ്വലി എപ്പോഴും പറയുന്നതാണ് എന്താണ്, അമെൻമെൻറ്റുകളും ഷെഡ്യൂളുകളും അല്ലേ. അമെൻമെൻറ്റ്, ഷെഡ്യൂള്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വെറുതെ എങ്കിലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അമെൻമെൻറ്റും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ യൂഷ്വലി നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിൾ എല്ലാവരും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് എല്ലാ ആർട്ടിക്കിളും നമ്മൾ ഓൾറെഡി പഠിക്കണം. ദെൻ പിന്നെ ഈ പറഞ്ഞതുപോലെ അമെൻമെൻറ്റും ഷെഡ്യൂളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ സയൻസിനകത്ത് നമുക്ക് റെയിൽവേ എന്ന് പറഞ്ഞാൽ മറ്റ് വിഷയങ്ങളെ പോലെ സയൻസിന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം. CGL പോലൊന്നും അല്ല. സയൻസിനകത്ത് മെയിൻലി ഫിസിക്സിനകത്ത് അവർ ലോ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഫാരഡേസ് ലോ, പാസ്കൽസ് ലോ, ആ ലോ എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് നോക്കുക. അതിൻ്റെ എക്സാമ്പിളും കൂടി എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക കേട്ടോ. ലോസും അതിൻ്റെ എക്സാമ്പിൾസും. പിന്നെ ഫിസിക്സിനകത്ത്
പിന്നെ ഫിസിക്സിനകത്ത് അതേ ഉള്ളൂ. ലോ ആണ് മെയിനായിട്ട് ഫിസിക്സിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഫിസിക്സ് നോക്കുമ്പോഴത്തേക്കും ലോവും കാര്യങ്ങളും പാസ്കൽ ലോ, ആ ലോ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് മറ്റേ മോഷൻ, ലോസ് ഓഫ് മോഷൻ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതുപോലെ പ്രഷറിൽ നിന്നും ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറയുക, നമ്മുടെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറിഞ്ഞൂടാത്തവർ ഇനി അത് പഠിക്കാൻ നിൽക്കണ്ട, അറിയാവുന്നവർ ആ പ്രോബ്ലമും കൂടെ നോക്കണം കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ കെമിസ്ട്രി വരുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റം, ഓക്കെ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ആ തിയറീസും കാര്യങ്ങളുണ്ടല്ലോ. ആ ആറ്റമിൻ്റെ മോഡലും കാര്യങ്ങളും പറയുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. ആ മോഡലും കാര്യങ്ങളും പറയുന്ന തിയറീസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോണേ. അതിൽ നിന്നാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. കെമിസ്ട്രി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും പിന്നെ ആറ്റത്തിൻ്റെ ഉള്ള ആ ഒരു 2 റീജിയൻ മെയിൻലി നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ദെൻ ബയോളജിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ മെൻഡൽസിൻ്റെ ജനറേഷൻസ്, ഫീനോടൈപ്പിംഗ് ജീനോടൈപ്പിക് റേഷ്യോ, അതിൽ നിന്നെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ബയോളജിയിൽ ദെൻ ആൻഡ് ഓൾസോ മറ്റേ നമ്മുടെ സൈലം ഫ്ലോയം വെസൽസ്, ഓക്കെ, അതിനകത്ത് ആ ട്രെക്കീഡ് സീവ് ട്യൂബ് ആ റിലേറ്റഡ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും. ആ ഒരു കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ദെൻ പിന്നെ കമ്പ്യൂട്ടർ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കമ്പ്യൂട്ടറിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളും എല്ലാം. പിന്നെ ലാംഗ്വേജസ് അറിയാമല്ലോ, ലാംഗ്വേജസും സോഫ്റ്റ്വെയറും പ്രോസസ്സേഴ്സും, ഈ 4 കാര്യങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് റിവിഷൻ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് നോക്കണം കേട്ടോ. ദെൻ പിന്നെ സ്റ്റാറ്റിക് ജി കെയിൽ യൂഷ്വൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റാറ്റിക്കാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആൻസർ ഫോംസ് ഒരുപാടൊന്നുമില്ല, എന്നാലും എന്ത് ചെയ്യുക, പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ചോദിക്കുന്നത് അല്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻലി റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കൂടി കേട്ടോ. അപ്പം എല്ലാവരും പ്രിപ്പറേഷൻസിലാണെന്ന് അറിയാം നമുക്ക്. അപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്കിലുപരി എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മോക്കും കൂടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. CBT 1 എല്ലാവരും എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാണ്, ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണ്. ആൻഡ് ഓൾസോ പറയാനുള്ളത് 2026 എക്സാം ആണല്ലേ. അപ്പോൾ ഇനി വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആഗ്രഹമുള്ളവർ, ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് EZB അക്കാഡമിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. മെൻറ്റർഷിപ്പും ഒക്കെ ഉണ്ട്. സോ അടുത്ത വർഷമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെയിൽവേയുടെ ഇപ്പോൾ ഈ വർഷം പ്രിപ്പറേഷൻസിൽ ഉള്ളവർക്ക് ജോലി കിട്ടി പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വർഷമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റെയിൽവേ ഒരു വിദ്യാർത്ഥിയായിട്ട് കയറാം കേട്ടോ. അപ്പോൾ എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.